ഇതാ, ഇത് പോയ്സണാണ്. പത്മ എന്നെ പരിപൂർണമായി നിഷേധിച്ചാൽ എന്റെ മരണം തെരഞ്ഞെടുക്കാനുള്ള വഴി. നാളെ ഇതേ നേരം വരെ പത്മയ്ക്ക് ഞാൻ സമയം തരും. എന്നിട്ടും പത്മയുടെ മറുപടി നോ എന്നാണെങ്കിൽ ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കും. ഇഷ്ടപ്പെട്ട പെണ്ണിന് വേണ്ടി ജീവിക്കുന്നത് മാത്രമല്ലല്ലോ, മരിക്കുന്ന സ്നേഹം തന്നെയല്ലേ. പത്മ പോക്കോ. ഒരു ദിവസം, ഒരേ ഒരു ദിവസം എന്റെ മുന്നിലുണ്ട്. നിനക്കെന്നെ ജീവിപ്പിക്കാനും എന്നെ കൊല്ലാനും. ഹലോ ഹലോ, അമ്മ ഇപ്പൊ എവിടെയാ? അമ്പലത്തിലാണോ? അമ്പലത്തില്. അതെ. എന്തു പറ്റി മോളെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത്യാവശ്യം. മോളിപ്പോ എവിടെ നിൽക്കുന്നേ? ഞാൻ അങ്ങോട്ട് വരാം. വേണ്ടമ്മേ, അമ്മ അമ്പലത്തിൽ നിന്നോ, ഞാൻ അങ്ങോട്ട് വരാം. എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, ഞാൻ ഇപ്പൊ തന്നെ വരാം. അല്ല, അത് മോളെ ഞാൻ പെട്ടെന്ന് എത്തും. ഹലോ മോളെ, ഹലോ. അവൾ അമ്പലത്തിലെത്തുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ അജിതേ, ഞാൻ ഇത്തിരി നേരത്തെ ഇറങ്ങുവാണേ. വീട്ടിൽ നിന്നൊരു അത്യാവശ്യത്തിന് വിളിച്ചു. പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞല്ലോ. സുജാത ചേച്ചി പൊക്കോ. ആ അതമ്മേ, നമുക്ക് ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും പോയാലോ? എന്തു പറ്റി ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ? അവളെ ആദ്യയുടെ ക്ലാസ്, നിന്റെ ജോലി എല്ലാം പ്രശ്നമാവില്ലേ? കാര്യം എന്താണെന്ന് പറയും മോളെ. നമ്മൾ ഈ നാട്ടിൽ തന്നെ തുടരുകയാണെങ്കിൽ വേറെ ചില ദുരന്തങ്ങൾക്ക് കൂടി ഉത്തരം പറയേണ്ടി വരും. കാർത്തിക്കിനിപ്പോ വഴിയിൽ വെച്ച് കണ്ടു. ഇതാ, ഇത് പോയ്സണാണ്. പത്മ എന്നെ പരിപൂർണമായി നിഷേധിച്ചാൽ എന്റെ മരണം തെരഞ്ഞെടുക്കാനുള്ള വഴി. നാളെ ഇതേ നേരം വരെ പത്മയ്ക്ക് ഞാൻ സമയം തരും. എന്നിട്ടും പത്മയുടെ മറുപടി നോ എന്നാണെങ്കിൽ ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കും. പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങളാ നമ്മളെ ഇവിടെ എത്തിച്ചത്. ഇനി ഒന്നുകൂടി താങ്ങാൻ നമുക്ക് കരുത്തുണ്ടോ അമ്മേ? നമുക്ക് മാറിപ്പോവാം. ഇപ്പോഴത്തെ ഹൗസ് ഓണർ നല്ലവനാ. വാടക 10-15 ദിവസം വൈകിയാലും അയാളൊന്നും പറയില്ല. ഇനി വേറൊരിടത്ത് പോണം, പറ്റിയൊരു സ്ഥലം കിട്ടണം. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അമ്മ ഇതൊന്ന് സമ്മതിച്ചാ മതി. നിന്റെ തീരുമാനത്തിന് ഞാൻ ഇന്നും എതിരാ നിന്നിട്ടുള്ളത്. നിന്റെ സ്വസ്ഥതയാ അമ്മയുടെ ആഗ്രഹം. മോളുടെ തീരുമാനം പോലെ ആവട്ടെ. ഞാൻ ഇപ്പൊ തന്നെ സ്കൂളിൽ പോയി
അടുത്ത മാസത്തെ ശമ്പളം അഡ്വാൻസ് ചോദിക്കാം. അവര് തരും. അത് വെച്ച് പുതിയ വീടിന്റെ അഡ്വാൻസ് കൂടുതലാണെങ്കിലും കൊടുക്കാലോ. ഇതൊരു ബ്രേക്ക് മനുഷ്യനെ കൊല്ലാനാണോ വളർത്താനാണോ? നീ ഇങ്ങനെ മോൻ തിരിഞ്ഞിരിക്കാതെ അങ്ങോട്ടൊന്ന് ഇറങ്ങ്. ഇറങ്ങ. അമ്മാവൻ എന്തെങ്കിലും കള്ളത്തരമുണ്ടോ? ആ എന്ത് കള്ളത്തിനും? അത് ഈ അമ്പലത്തിലെ നടയെ വെച്ചാ? കള്ളത്തരം കാണിക്കുന്നവർക്ക് എവിടെയാണെങ്കിലും കാണിക്കാം. എന്നെ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിന്റെ കാര്യം എന്താ? സത്യം പറ. അന്ന് വീട്ടിൽ നടന്നതുപോലെ ഏതോ പെണ്ണിനോടോ കുടുംബക്കാരോടോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടില്ലേ? അയ്യേ, എനിക്ക് വേറെ പണിയില്ലേ? ഞാനെന്തിനാ നിനക്ക് വേണ്ടി സംസാരിച്ച് ആൾക്കാരുടെ മുന്നിൽ നാണം കിടന്നെ? അപ്പൊ പെണ്ണ് കാണലൊന്നും അല്ല. ആ അല്ല. ആ ഉറപ്പാണല്ലോ. ഓ നീ വിശ്വസിക്കണെങ്കിൽ വിശ്വസിക്ക്. അല്ല ഞാനിപ്പോ എന്ത് പറയാനാ? അതെ മോനെ, മോനെ ഹരി. ആ ഇവിടുത്തെ തിരുമേനി ഉണ്ടല്ലോ, അജകേമനായിട്ടുള്ള ഒരാളാ. കല്യാണ കുട്ടിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാ ഞാൻ അയാളെ ഒന്ന് കാണാൻ വന്നിരിക്കുന്നത്. അല്ല മോളുടെ കാര്യങ്ങൾ അറിയാൻ നിനക്ക് താല്പര്യമില്ലേ? ആ എന്നാ അങ്ങോട്ട് ഇറങ്ങ്. ഇവര് തലയിലോട്ടൊന്ന് കേറുന്നില്ലേ? ആ